ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ലുലുവിലാണ്. DIPയിലുള്ള ലുലു കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ ദുബായ് ജബലലി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ അടുത്തായിട്ട് കണ്ടൊരു ലുലുവിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇവിടെ കയറാൻ കാരണം എന്താണെങ്കിൽ ഒന്നാമത് നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ ഫുഡ് കഴിക്കണമെന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, എല്ലാ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലും ചക്ക ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ചക്ക വരട്ടിയത് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം കൊണ്ട് നടക്കുകയായിരുന്നു. എന്നിട്ട് ഇത്തവണ അച്ഛനും അമ്മയും വരുമ്പോൾ ചേട്ടത്തിമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചേട്ടത്തിമ്മയ്ക്ക് അത് ഉണ്ടാക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 4-5 ദിവസം കൊണ്ടായിരുന്നു അച്ഛനും അമ്മയും വരാനുള്ള തീരുമാനങ്ങളൊക്കെ ആയത്. അതുകൊണ്ട് അത് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും കിട്ടാത്തത് കൊണ്ട് ചേച്ചി വാങ്ങിച്ചിട്ടാണ് കൊടുത്തു വിട്ടേ. പക്ഷേ അത് ചക്ക വരട്ടിയതാണോ അതോ ശർക്കര ഉരുക്കിയതാണോ എന്നറിയില്ല. അങ്ങനെയായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. ചക്കയുടെ ആ ഒരു സ്മെല്ലോ അതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ചക്ക ഫെസ്റ്റിവൽ, അവിടെ ചക്ക പായസം ഉണ്ട്, ചക്ക ബിരിയാണി ഉണ്ട്, ചക്ക കൊണ്ട് മീൻകറി ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ്. ചക്ക പായസം തന്നെ പല വെറൈറ്റിയിലായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കണ്ട് അത്ര ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാട്ടോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നിങ്ങൾക്ക് കിളികൾ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ ബാൽക്കണിയിൽ ഈ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അവർ കുറച്ച് തണൽ കിട്ടുന്ന നോക്കി വരുന്നതായിരിക്കണം. നിറയെ കുഞ്ഞിക്കിളികൾ വന്നിരിക്കും. അപ്പോൾ അവരുടെ കരച്ചിലും ബഹളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെങ്കിൽ ചക്ക ഫെസ്റ്റിവൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. ഇവിടെ മൊത്തം തിരഞ്ഞ് നടന്നിട്ട് എനിക്കൊരു ചക്ക ഫെസ്റ്റിവലിൻ്റെ, അതായത് ഞാൻ ആ കണ്ട വീഡിയോ പോലെ ആ ഒരു അന്തരീക്ഷമൊന്നും എനിക്ക് അവിടെ കാണാനേ പറ്റിയില്ല. എന്തിന്, ചക്കയുടെ മണം പോലും എനിക്ക് അവിടെ കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ആദ്യം എന്ത് ചെയ്തു, ഞാൻ ആദ്യം അവിടെ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കി. എനിക്ക് കുറച്ച് ചക്കകൾ കാണാൻ പറ്റി. പക്ഷേ ഈ വീഡിയോയിൽ കണ്ട പോലെ അത്രയും നിറയെ ചക്കകളോ അതുകൊണ്ടുള്ള വിഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെയുള്ള പച്ചക്കറി മൊത്തം നോക്കി വന്ന് അവസാനം ഒരു കോർണറിൽ കുറച്ച് ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ വെട്ടിയിട്ടുള്ളതും പിന്നെ കുറച്ച് അങ്ങനെ മുഴുവനോടെയുള്ള ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കൗണ്ടറിൽ പോയി നോക്കുമ്പോൾ അവിടെ ചക്ക കൊണ്ട് ഒരു പായസമുണ്ട്, ചക്ക കൊണ്ട് ചിക്കൻ കറി പോലെ ചക്ക ഇട്ടിട്ട് ഒരു ചിക്കൻ കറി അങ്ങനെയും സെറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ഇതും ഉണ്ടായിരുന്നു. പിന്നെ ചക്ക കൊണ്ടൊരു ബിരിയാണി. ഇത് 3 ഞാൻ ചക്ക വെച്ചിട്ടുള്ളൊരു വിഭവം അവിടെ കണ്ടത്. ചക്ക വരട്ടിയതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്തായാലും ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ല, എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാം. ദേ ഇരിക്കുന്ന ചക്ക കണ്ടോ, ഇതാണ് ഞാൻ കണ്ട ചക്ക ഫെസ്റ്റിവൽ. ഈ ശരിക്കും ഇതല്ല കേട്ടോ, ഞാൻ കണ്ട വീഡിയോയിൽ ഒരുപാടുണ്ട്. ആ ഒരു ഇത് ഫുള്ള് ചക്കയാണ്. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചിലപ്പോൾ ഇതും ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്, പക്ഷേ വലിയ ഷോപ്പിലേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അത്രേ. ഇതിപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണെങ്കിലും ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ വലിയ ഷോപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവുള്ളൂ, ഇവിടെ അത്രയ്ക്കില്ല പറഞ്ഞു. ഓക്കെ എന്തായാലും വേണ്ടില്ല, വന്നതല്ലേ. അപ്പോൾ ചെറുതായിട്ട് നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചു. കാരണം ഇവിടെയും ഫുഡ് കോർട്ട് എന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല. ചെറിയൊരു സ്പേസ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പേ ചെയ്ത് നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റൊക്കെ കിട്ടാൻ കുറച്ച് പാടാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുക ചെയ്തത് കേട്ടോ. അങ്ങനെ ചക്ക കഴിക്കാൻ പോയാൽ ഞാൻ അവിടെ നിന്ന് ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് പോന്നു. ചക്ക വരട്ടിയത് കിട്ടിയോ? ഇല്ല. എന്നാൽ കിട്ടിയത് വെച്ചിട്ട് തൃപ്തിപ്പെടണം എന്നല്ല പറയുക. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് തൃപ്തിപ്പെട്ടു. പക്ഷേ ചക്ക വരട്ടിയത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അധികം താമസിയാതെ തന്നെ ഞാൻ ലുലുവിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ വിഷു സദ്യയുടെ ആ ഒരു ഇതൊക്കെ കണ്ടു കേട്ടോ. 25 ഐറ്റംസിന് 32 ദിർഹം, 32.90. അപ്പോൾ ഓക്കെ 33 ദിർഹം. വിഷുവിൻ്റെ പ്ലാൻ ഇതുവരെ എനിക്കൊന്നും ആയിട്ടില്ല കേട്ടോ. അതായത് ഡ്യൂട്ടി ഉണ്ട് എന്തായാലും. അപ്പോൾ വിഷു സദ്യ ഉണ്ടാക്കാനായാലും ഇപ്പോൾ ഞാനും ആമിയും രാജേഷേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ വിഷു സദ്യ ഉണ്ടാക്കണോ വേണ്ടേ, അവിടേക്കൊന്നും എത്തിയിട്ടില്ല. ദിവസം ആകെ 4-5 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ചക്ക വിശേഷം ഇത്രയായിരുന്നു. അതായത് ലുലുലു വന്നിട്ട് ഇതാണ് സംഭവിച്ചത്. ചക്ക ഫെസ്റ്റിവലും ചക്ക വരട്ടിയതും ഒന്നും എനിക്ക് കാണാനും കഴിക്കാനും കിട്ടിയില്ല. അധികം താമസിയാതെ എനിക്ക് വേറെ സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കൊച്ചു വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ ഒക്കെ മുഴുവനായിട്ടും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ UAE ആരെങ്കിലും ചക്ക ഫെസ്റ്റിവൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ലുലുവിലാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.